നമസ്കാരം അയലൻ. ഇന്ന് എൻ്റെ കൂടെ ഇവിടെ ഉള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആക്ടർ, director with an incredible knack for storytelling. He is a powerhouse of talent, creativity, super cool, and he's always grounded. It is none other than our Utsav 2025 celebrity guest, Basil Joseph. നമസ്കാരം. താങ്ക് യു സോ മച്ച്. Basil, welcome to Ireland. Irelandലേക്ക് സ്വാഗതം. താങ്ക് യു. And I have to say, ഞാനൊരു ചെറിയൊരു സൂപ്പർ ഫാനാണ്. ബിക്കോസ് ബേസിലിൻ്റെ മൂവീസ് അയർലൻഡിൽ തിയേറ്റേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഫസ്റ്റ് ഷോ കാണാൻ പോകുന്ന ആൾക്കാരാണ്. And I have to say, you have won hearts, not just this generation, പക്ഷെ നെക്സ്റ്റ് ജനറേഷനും കൂടെ ബേസിലിൻ്റെ ഫാൻ ഫോളോയിങ് ഉണ്ട്. അപ്പോൾ ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു ബി സച്ച് എ സക്സസ്ഫുൾ ആക്ടർ, ഡയറക്ടർ, an amazing storyteller at such a young age, and that too with such a huge fan following? എങ്ങനെയാണ്, how do you take it? സന്തോഷമുള്ളൂ. ആക്ച്വലി ഏത് ഭാഷയിലാണ് ഞാൻ സംസാരിക്കേണ്ടത്? ഇംഗ്ലീഷോ മലയാളമോ എങ്ങനെയായാലും സംസാരിക്കാം. അല്ല, ഇതെല്ലാം അതിൻ്റെ പിന്നിലൊരു ഹാർഡ് വർക്കും കൂടെ ഉണ്ട് എല്ലാത്തിനും. തീർച്ചയായിട്ടും. ഓൾസോ അത് മെയിൻറ്റെയിൻ ചെയ്യുക, എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പ്രഷറും കൂടെയാണ്. സോ ഹൗ ഡു യു ഹാൻഡിൽ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഹാപ്പിനെസ്സും ഉണ്ട്, അതേസമയം ഇറ്റ്സ് വെരി സ്ട്രെസ്ഫുള്ളും ആണ്. പറയുന്നത് ബാലൻസിങ് എന്ന് പറയുന്നത്, ഈ എക്സ്പെക്ടേഷൻ്റെ ബാലൻസ്, ഈ പറയുന്ന ടു ബി കോമ്പറ്റീറ്റീവ്, നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക, കണ്ടിന്യൂസ്ലി അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക. ബിക്കോസ് ഓൾ ദീസ് പിന്നെ ടെക്നോളജിയും AI-യും അങ്ങനെയൊക്കെയുള്ള എല്ലാം റെവല്യൂഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. സോ അവിടെ നമ്മൾ എങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഐഡന്റിറ്റി നമ്മൾ ഒറിജിനലായിട്ട് കണ്ടെത്താൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വെരി വെരി ടഫ്. അപ്പൊ അതൊരു സൈഡിലുണ്ട്. അറ്റ് ദ സെയിം ടൈം വെരി ഹാപ്പി ദാറ്റ് എവറിത്തിങ് ഈസ് വർക്കിംഗ് എന്ന് പറയുന്ന സിനാരിയോ. It is fantastic actually. I have to say it is fantastic. പക്ഷേ അപ്പം ബേസിൽ പറഞ്ഞാൽ ഒരു സ്ട്രെസ്ഫുൾ ആണെന്ന്. ഞങ്ങളിപ്പോൾ ബേസിലിൻ്റെ ഒരു മൂവി ഇറങ്ങിക്കഴിഞ്ഞാൽ, ടു ബി വെരി ഓണസ്റ്റ്, ട്രെയിലർ പോലും കാണാറില്ല. ബേസിലിൻ്റെ മൂവി ആണെങ്കിൽ നമുക്ക് പോവാം, നമുക്ക് കാണാം, അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ എല്ലാവരും, എല്ലാ ഓഡിയൻസും. അത് തന്നെയാണ് എൻ്റെ പേടി. ബിക്കോസ് അത്രയും ആകാംക്ഷയുണ്ട്. അപ്പോൾ ഒരു ആക്ടർ, ഒരു ഫിലിം മേക്കറായിട്ട് ഹൗ ഡസ് ഇറ്റ്, സ്ട്രെസ്ഫുൾ ആണോ ദ നൈറ്റ് ബിഫോർ ദ മൂവി റിലീസസ്? അത് ഇപ്പൊ പറഞ്ഞില്ലേ, അത് ഒരു ആഫ്റ്റർ പോയിന്റ് അത് ആൾക്കാർ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു, ഒരു ഗ്യാരണ്ടി, ഒരു ഭയങ്കര എക്സ്പെക്ടേഷന്റെ. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനത്തെ സിനാരിയോയിൽ നമ്മളൊരു കഥ കേൾക്കുമ്പോൾ മുതൽ അത് കമ്മിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലും ഒക്കെ ആയിട്ട് കുറച്ചുകൂടെ അധികം ആലോചിക്കുകയും ഇപ്പൊ കുറച്ചുകൂടെ അധികം അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ. നേരത്തെ അത്രയും ഉണ്ടായിരുന്നില്ല, നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആയിരുന്നു, നമുക്ക് എന്ന് പറയുന്ന സിനാരിയോ. ഫസ്റ്റ് ഫിലിം ഞാൻ കുഞ്ഞിരാമായണം എന്ന് പറയുന്ന സിനിമ ഡയറക്ട് ചെയ്യുമ്പോൾ ഐ ഹാഡ് നത്തിങ് ടു ലൂസ്. ആ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഒറിജിനാലിറ്റി, പ്രിറ്റൻഷ്യസ് ആയിട്ടുള്ള ഒരു സിനിമയേ അല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ആവാതെ ആ ഒരു ജെന്യൂനിറ്റിയും ഇന്നസെൻസും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ സിനിമകൾ എങ്ങനെ ചെയ്യാന്നുള്ളതും ഒരു സൈഡിൽ നമുക്ക് ഈ പറയുന്ന ഇങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ വരുമ്പോൾ നമ്മൾ ഈ ടെംപ്ലേറ്റ് ഡ്രിവൺ കമേഴ്ഷ്യൽ ആക്കാൻ വേണ്ടി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് പോകാതിരിക്കാനും കൂടെ ശ്രമിക്കണമല്ലോ. അപ്പോൾ അത് ആക്ച്വലി സ്ട്രെസ്ഫുൾ ആണ് ഒരു ഇന്നവേ. അത് ബേസിലും സ്ട്രെസ്ഫുൾ ആയിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് വളരെ എൻജോയബിൾ ആയിട്ട്, ബിക്കോസ് ഇത്രയും ഓഡിയൻസ് ആയിട്ട് റെസനേറ്റ് ചെയ്യുന്ന മൂവീസ്, ഫോർ എക്സാമ്പിൾ ജയ ഉണ്ട്, പിന്നെ പൊന്മാൻ ഉണ്ട്. ദേ വർ എൻ്റർടൈനിങ് മൂവീസ്, പക്ഷേ ദേ ഓൾസോ ക്യാരിഡ് എ ബ്യൂട്ടിഫുൾ മെസ്സേജ് as well. അപ്പം ആസ് എൻ ആക്ടർ സ്ക്രിപ്റ്റ്സ് യൂസ് ചെയ്യുമ്പോൾ വാട്ട് ഡു യു ലുക്ക് ഇൻ ദ സ്ക്രിപ്റ്റ്സ്? ഹ്യൂമർ ആണോ, ക്യാരക്ടർ ആണോ, മെസ്സേജിങ് ആണോ? വാട്ട് ഗെറ്റ്സ് യു ഹുക്ഡ് ഇൻ ടു എ സ്ക്രിപ്റ്റ്? ബേസിക്കലി ആ സിനിമ ആസ് ആൻ എന്റർടൈനർ, അല്ലെങ്കിൽ ആ സിനിമ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. എന്റർടൈൻമെന്റ് ഷുഡ് നോട്ട് ബി ഇപ്പോൾ ഹ്യൂമർ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ അത് ഇപ്പൊ ഡ്രാമ ആയാലും എന്റർടൈൻഡ് ആവാം. ഇപ്പൊ പൊന്മാൻ പ്യുവർലി ഡ്രാമയാണ്, അതിൽ ഹ്യൂമർ ഒന്നുമില്ല, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എൻ എന്റർടൈനർ. അപ്പൊ ഏത് ജോണർ, ഐ മീൻ എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഹൊറർ ആണെങ്കിലും എന്റർടൈൻമെന്റ് തന്നെയാണ്. അപ്പോൾ എന്റർടൈൻമെന്റ് ഫാക്ടർ അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ആസ് എ സ്റ്റോറി അത് വർക്ക് ആവുന്നുണ്ടോ? അതിൽ എനിക്ക് സെക്കൻഡറി ആണ്, എനിക്ക് അതിൽ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് എത്രമാത്രം സ്പേസ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ നല്ല സിനിമയുടെ ഭാഗമാകുന്നുള്ളതാണ്. റെസ്പെക്റ്റീവ് ഓഫ് ബിഗ് ഓർ സ്മോൾ, നല്ല സിനിമയുടെ ഭാഗമായ യു ക്യാൻ കുറച്ചു കാലവും കൂടെ ഉണ്ടാവും ബീങ് പാർട്ട് ഓഫ് ഗുഡ് ഫിലിംസ്, അല്ലെങ്കിൽ ഗുഡ് ഫിലിം മേക്കേഴ്സ്, ഗുഡ് ടെക്നീഷ്യൻസ്. ആ കൊളാബറേഷൻസിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ആക്ച്വലി.
അപ്പോൾ അങ്ങനെയുള്ളവരുടെ കൂടെ നമ്മൾ മെല്ലെ മെല്ലെ നല്ല കൊളാബറേഷനൊക്കെ തുടങ്ങിയപ്പോൾ ജയജയഹയുടെ ഡയറക്ടർ വിപിൻ ദാസ് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് ഗുരുവായൂരമ്പല നടയിലും ചെയ്തത്. ജാനേമൻ്റെ ഡയറക്ടർ ചിദംബരം, അദ്ദേഹം മഞ്ഞുമൽ ബോയ്സ് ഒക്കെ എടുത്തു. ആനിമിയുടെ ഡയറക്ടർ നിതീഷ്, പൊന്മാൻ്റെ ഡയറക്ടർ ജ്യോതിശങ്കർ, അങ്ങനെ ഈ പറയുന്ന പോലെ ഒരുപാട് പുതിയ ആൾക്കാരും ഒക്കെ ആയിട്ട് ആ കൊളാബറേഷനിലാണ് അത് സംഭവിക്കുന്നത്. വെരി ഗുഡ്. അപ്പോൾ എൻ്റർടൈൻമെൻ്റ് ആണ് ഫസ്റ്റ് നിൽക്കുന്നത്. മെസ്സേജും കൂടെ വന്നാൽ മോർ ഹാപ്പി. ബ്രില്യൻറ്റ് കോമ്പിനേഷൻ തന്നെ വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം മെസ്സേജ് ഗുരുവായൂരമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമയിൽ നോ മെസ്സേജ്, ഇറ്റ്സ് ജസ്റ്റ് ഗാലറിക്ക് വേണ്ടിയിട്ട് നമ്മൾ സിക്സ് അടിക്കാൻ വേണ്ടി മാത്രം. സിക്സർ അടിക്കുകയും ചെയ്തോട്ടോ. അതെ, അപ്പൊ അതിൽ നമ്മൾ കൂടുതലൊന്നും ആലോചിക്കാനില്ല. അപ്പൊ മെസ്സേജിങ് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആ സിനിമയ്ക്ക് വേറൊരു സൈഡിൽ അങ്ങനെ ഒരു ഇതും കൂടെ കൊടുക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സാധിച്ചിട്ടുണ്ട്. ജയജയക്ക് അത് പറ്റിയിട്ടുണ്ട്. പാൽത്തു ജാൻവർ എന്ന് പറയുന്ന സിനിമയ്ക്ക് അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സിനിമകളും കൂടെ വന്നു. അപ്പോൾ ഈ ആക്ടിംഗ് വെച്ചാൽ ദർ ആർ വെരി ഫ്യൂ പീപ്പിൾ ഇങ്ങനെ ആക്ടിങ് ആൻഡ് ഡയറക്ടിങ് യു ഹാവ് ഗോട്ട് ഈക്വൽ ലവ് ഫ്രം ദി ഓഡിയൻസ്. പക്ഷേ ആൻഡ് യു ഡൺ ഇറ്റ് വെരി ഗ്രേസ്ഫുള്ളി ആസ് വെൽ. അപ്പോൾ എന്താ പറയുന്നത്, ആക്ടിങ്ങിൽ ഡയറക്ഷനിൽ ഐ നോ മീൻസ് ദാറ്റ് ഇസ് വെർ യുവർ ഹാർട്ട് ഇസ്. അപ്പോൾ പക്ഷേ ആക്ടിങ്ങിൽ ഹൂസ് യുവർ ഇൻസ്പിറേഷൻ? ആരുടെ ഇൻസ്പിറേഷൻ? ഹൂ ബ്രിങ്സ് ദാറ്റ് ഇമോഷൻസ് ഇൻ യു? ആക്ടിങ് തുടങ്ങുമ്പോൾ എനിക്ക് അങ്ങനെ ഇൻസ്പിറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് അഭിനയിക്കാൻ തുടങ്ങിയത്. ലൈക്ക് പാർട്ട് ടൈം എന്ന് പറയുന്ന പോലെ ഡയറക്റ്റ് ചെയ്യാൻ കുറേ നമുക്ക് വെയിറ്റിംഗ് പീരീഡ്സ് ഉണ്ടാവും. നമ്മളൊരു സിനിമ മൗണ്ട് ചെയ്താലും അതിൻ്റെ ആക്ടറിൻ്റെ ഡേറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വേറൊരു പാരലൽ എന്തെങ്കിലും ഒരു പ്രൊഫഷൻ ഇല്ലാതെ നമുക്ക് പിടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആക്ച്വലി ഡയറക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന സ്പേസിൽ. ഈവൻ ആഫ്റ്റർ 2 സിനിമ സക്സസ്ഫുൾ സിനിമ കഴിഞ്ഞിട്ട് പോലും എനിക്ക് അങ്ങനത്തെ ഒരു സ്റ്റെബിലിറ്റി എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫിനാൻഷ്യലി ഒക്കെ. അപ്പോൾ അങ്ങനത്തെ സിനാരിയോയിലാണ് ഇങ്ങനെ ഒരു ആക്ടിങ് ഓപ്പർച്യൂണിറ്റീസ് വന്നു തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റൻഷൻ ഇത് തന്നെയായിരുന്നു, പ്യുവർലി ഫോർ മണി ആയിരുന്നു. പിന്നെ ഒരു രസം, ഓക്കെ അഭിനയിക്കുന്ന ഒരു രസം എന്താണ്, ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. നമ്മൾ അധികം ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു ഏരിയ ആണ്. അപ്പോൾ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വന്നപ്പോൾ അത് അങ്ങനെ കുറച്ച് ഇങ്ങനെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ വർക്കായി പിന്നെ കൂടുതൽ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവൻച്വലി അതൊരു റെസ്പോൺസിബിൾ പൊസിഷനിലേക്ക് എത്തിയപ്പോൾ അത് ടേൺഡ് ഔട്ട് ടു ബി കുറേ കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ സീരിയസ് ആവണം. അപ്പോൾ അതിൽ കുറച്ചുകൂടെ ഇൻവോൾവ് ആയി ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യണം, ഒരു ക്യാരക്ടറിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് പിന്നെ അതിലും കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യാനും ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അതിനെങ്ങനെ ഇന്റേണലൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് ആ മൊമെന്റ് എങ്ങനെ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലൊക്കെ കുറച്ചുകൂടെ റിസർച്ചും എഫേർട്ടൊക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇവോൾവ് ആയി വന്നതാണ്. അപ്പൊ ഞാൻ ഒരു ഇൻസ്പിറേഷൻ, ഒരു റോൾ മോഡൽ, ഒരു ടെംപ്ലേറ്റിനെ ബേസ് ചെയ്തിട്ട് അതിൽ നിന്ന് അങ്ങനെ ഒരു ഇവോൾവ് ആയിട്ട് വന്നതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഒരു ടെംപ്ലേറ്റ് ഡ്രിവൺ അല്ല, റോൾ മോഡലിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സ്പേസിലല്ല, ഭയങ്കര ഓർഗാനിക് ആയിട്ട് ഇവോൾവ് ആയി ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു ആക്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിലേക്ക് എത്തിയതാണ്. അപ്പൊ അത് ഡയറക്ടർ ആണെങ്കിൽ പോലും ഞാൻ ഈ മിന്നൽ മുരളി ചെയ്യുന്നു, കുഞ്ഞിരാമായണം ചെയ്യുമ്പോൾ ആലോചിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു സ്കെയിലിൽ ഒരു സിനിമ ചെയ്യുന്നു. അപ്പോൾ ആസ് എ ഡയറക്ടർ ഓൾസോ ഇത് ഒരു ഇവോൾവ് ചെയ്ത് നമ്മൾ പഠിക്കും തോറും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയും തോറും നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഒക്കെ വരുമ്പോൾ കുറേ കൂടെ മെച്ചുവേർഡായിട്ടും കുറേ കൂടെ സെൻസിബിളായിട്ട് കുറച്ചുകൂടെ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന സാഹചര്യം നമ്മൾ കുറച്ചുകൂടെ അതിനെ മോൾഡ് ചെയ്തെടുക്കുകയാണല്ലോ. അപ്പോൾ ഇത് ഭയങ്കര ഓർഗാനിക് പ്രോസസ്സാണ്. ഇത് ഒരിക്കലും പ്ലാൻ ചെയ്ത് നമുക്ക് ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യണം എന്നൊന്നും പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക, എവിടെയെങ്കിലും ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിന്ന് പിന്നെ നമ്മളെ കൊണ്ടുപോകും. അങ്ങനെയാണ് സിനിമയെ കൊണ്ടുപോകും. നിങ്ങൾ സിനിമയെ കൊണ്ടുപോകും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്താറുണ്ട്. കാരണം ആ ഡയലോഗ് ഡെലിവറി, നിങ്ങൾ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് ക്യാരക്ടർ, എവറിത്തിങ് ഈസ് സോ സ്പോട്ട് ഓൺ. മൈ ഗോഡ്, എനിക്ക് തോന്നുന്നത് ബേസിലിന് മാത്രമേ ഇത്രയും ബ്യൂട്ടിഫുള്ളി ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ്സ് ജസ്റ്റ് അമേസിങ് ടു വാച്ച് യുവർ മൂവീസ്, ഐ ഹാവ് ടു സേ. അപ്പോൾ നമ്മളിപ്പം റിയൽ ലൈഫ് നമുക്കറിയാം, കുറേയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഓഫ് കോഴ്സ് വി സീ യുവർ മൂവീസ് ആസ് വെൽ, പിന്നെ ഇൻസ്റ്റാഗ്രാം വി സീ എ ലോട്ട്. റിയൽ ലൈഫിൽ ബേസിൽ ഇങ്ങനെ ദേഷ്യക്കാരനാണോ അതോ എപ്പോഴും ഇപ്പം ഇങ്ങനെ കാണുന്ന കണക്ക് തന്നെ ചിരിച്ചിരിക്കുന്നതാണോ? റിയൽ ലൈഫിൽ കോമഡി ടൈമിംഗ് ഒക്കെ ഉണ്ടോ? നല്ല സ്പേസസിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഉണ്ട്. ഈ പറയുന്ന ആൾക്കാർ ഫ്രണ്ട്സിന്റെ സർക്കിളിന്റെ ഇടയിലൊക്കെ ആണെങ്കിലൊക്കെ അതൊക്കെ ഉണ്ട്. പിന്നെ പക്ഷെ ദേഷ്യം വരുന്ന സമയം ഉണ്ടാവും. അങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ട് പിന്നല്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പൊ ദേഷ്യം വരുമ്പോ ദേഷ്യപ്പെടും. അപ്പൊ അത് ഡെഫിനറ്റ്ലി ലൈക്ക് നോർമൽ ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിലുള്ള എല്ലാ കുറവുകളും ഉള്ളതൊക്കെ തന്നെയാണ്. പക്ഷെ ബേസിൽ ഡയറക്ട് ചെയ്ത മൂവി നമുക്കറിയാം, സൂപ്പർ ഹീറോ മൂവി മിന്നൽ മുരളി. വീട്ടിലത്തെ സൂപ്പർ ഹീറോ ആരാണ്? വീട്ടിലെ സൂപ്പർ ഹീറോ
വീട്ടിലിപ്പോ എന്റെ വൈഫാണ് എന്റെ സൂപ്പർ ഹീറോ ആ വെരി നൈസ് വെരി നൈസ് ഷീസ് എൻഡീഡ് എ സൂപ്പർ വുമൻ ആൻഡ് ലവ്ലി വുമൻ ഇന്ന് കണ്ടപ്പോൾ ഷീസ് വെരി സ്വീറ്റ് ഓക്കെ അപ്പോൾ നമുക്കൊരു ക്വിക്ക്ലി ഒരു റാപ്പിഡ് ഫയർ റൗണ്ടിലോട്ട് പോയാലോ ഓക്കെ അപ്പോൾ ഏതാണ് ചാലഞ്ചിങ് ബേസിലിന് ആക്ടിംഗ് ആണോ ഡയറക്റ്റിംഗ് ആണോ ഡയറക്റ്റിംഗ് ആണ് സ്വാഭാവികമായിട്ടും. അതിപ്പോ എനിക്ക് മാത്രമായിരിക്കില്ല, ലോകത്ത് ഈ ചോദ്യം ആരോട് ചോദിച്ചാലും ഡയറക്റ്റിംഗ് ഇസ് ഡിഫിക്കൽട്ട്. രണ്ടും ചെയ്തിട്ടുള്ള ഒരാൾ ഡെഫിനറ്റ്ലി ഡയറക്ഷൻ എന്നുള്ള ചോയ്സേ എടുക്കുകയുള്ളൂ. മച്ച് 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 ഡിഫിക്കൽട്ട്, ഒരു സംശയമില്ല. ആക്ടിങ് കുറച്ചുകൂടെ മോർ ഓഫ് വേറൊരു ഡയറക്ടറിന്റെ ടൂളാണ്. നമ്മൾ വേറൊരാളുടെ വിഷൻ നമ്മൾ അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടി ഡെലിവർ ചെയ്യുകയാണ്. പക്ഷെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ യു ആർ ക്രിയേറ്റിംഗ് സംതിങ് ലൈക്ക് ഒരു കുട്ടീനെ ഉണ്ടാക്കുന്ന പോലെയാണ്. 9 മാസം ആ ഒരു ജേണി, അത് കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ക്യാരക്ടറും അതിൻ്റെ കളറും അതിൻ്റെ ഈ പറയുന്ന ക്യാരക്ടറും ഒക്കെ ഇതിൽ നിന്ന് റിഫ്ലക്റ്റഡ് ആകും. അപ്പം അങ്ങനെ തന്നെയാണ് ഒരു സിനിമയും. ആ ഒരു സിനിമയുടെ എൻ്റയർ പ്രോസസ്സിൽ നമ്മൾ അതിൻ്റെ ഒരു സ്റ്റോറി ഇൻസൈറ്റിങ് ഒരു സ്റ്റോറി നമ്മുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതും കുളിക്കുന്നതും നമ്മുടെ മൈൻഡ് സെറ്റും എല്ലാം അതിൽ റിഫ്ലക്റ്റ് ആവും. ഇവൻച്വലി ആ സിനിമയിൽ അത് റിഫ്ലക്റ്റ് ആവും. സിഗ്നേച്ചർ അതിൻ്റെ അകത്ത് ഉണ്ടാവും, തീർച്ചയായിട്ടും പതിഞ്ഞിട്ടുണ്ടാവും, പിന്നെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത് ഡിറക്ഷൻ എന്ന് പറയുന്ന ഒരു സ്പേസിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ആ ഒരു പ്രോസസ്സിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കിട്ടുന്നത്. ആക്ടിങ് ഡെഫിനറ്റ്ലി നമ്മൾ ആ മൊമെന്റ് നമ്മൾ കുറെ കൂടെ എൻജോയ് ചെയ്യും. ആ ഒരു വേറൊരാളുടെ ക്യാരക്ടർ വേറൊരു ക്യാരക്ടറിന്റെ സ്കിന്നിലേക്ക് കയറുന്നു എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ് പ്രോസസ്. അത് എക്സൈറ്റിംഗ് തന്നെയാണ്, ഔട്ട് ഓഫ് പോട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഡയറക്ഷൻ തന്നെയാണ് ബെറ്റർ. ആൻഡ് ക്യാരക്ടർ വൈസ് ഏതാണ് ഇഷ്ടം ഏറ്റവും കൂടുതൽ, മിന്നൽ മുരളി ഓർ പി അജേഷ്? ക്യാരക്ടറിന്റെ ഒരു ജേണിയും ആർക്കൊക്കെ വെച്ച് രണ്ടും രണ്ട് രീതിയിലാണ്. തീർച്ചയായിട്ടും അജേഷ് റിയലിസ്റ്റിക് ഒരു സെറ്റിങ്ങിലുള്ള ഒരു സിനിമയാണ്. അജേഷിന്റെ ആർക്കും കുറച്ചുകൂടെ ഭയങ്കര എക്സൈറ്റിംഗ് തന്നെയാണ്. ഞാൻ ചെയ്ത ആക്ടിങ് ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്ത സിനിമകൾ വെച്ചിട്ട് പി അജേഷ് തന്നെയാണ് ഡെഫിനറ്റ്ലി ബൈ എം ഐ. വേറെ ഒരാളും പുറകെ ഉണ്ടാവില്ല. പി അജേഷിന്റെ അത്രയും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള പോലത്തെ ഒരു ക്യാരക്ടറും അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സും വേറെ ഒന്നും തന്നെ അതിൻ്റെ അത്രയും ഇല്ല. പിന്നെ ഓഫ്കോഴ്സ് ജയ രാജേഷും സൂക്ഷ്മദർശിനിയും കഠിന കടവരും പറയുന്ന പോലത്തെ സിനിമ ജാനവനൊക്കെ ഉണ്ട്. സ്റ്റിൽ പി അജേഷ് ഇസ് മൈ ഫേവറേറ്റ്. it was very നല്ലൊരു കാണാൻ. as I said, it had a beautiful message as well, so it was really good. പിന്നെ നമ്മുടെ സെറ്റ് സ്ക്രിപ്റ്റഡ് സീൻസ് ചെയ്യാനാണോ ഇഷ്ടം ഓർ ഇംപ്രൊവൈസിങ് ഓൺ ദ സെറ്റ്? ഡയറക്റ്റ് ചെയ്യുമ്പോഴോ അതോ അഭിനയിക്കുമ്പോൾ ഇംപ്രൊവൈസിനും അതിൻ്റെതായിട്ടുള്ള രസമുണ്ട്. ഇപ്പം ഹ്യൂമർ സീനുകളൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇംപ്രൊവൈസേഷന് ഭയങ്കര രസമാണ്. കാരണം നമുക്കൊരു സെറ്റ് ഓഫ് ബഞ്ച് ഓഫ് ആക്ടേഴ്സും കൂടെ ഉണ്ട്. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. ആക്ഷൻ റിയാക്ഷൻ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നമ്മളൊരു തിയേറ്ററിൽ അല്ലെങ്കിൽ ഒരു ഡ്രാമ, ഒരു പ്ലേ, ഒരു സ്കിറ്റിലൊക്കെ നമ്മൾ എല്ലാവരും കൂടെ നിന്നിങ്ങനെ പെർഫോം ചെയ്യുന്നതിൻ്റെ ഒരു രസമുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു വൈഡ് ഫ്രെയിം ഒക്കെ വെച്ചിട്ട് ഒരു ഓൺസംബിൾ കാസ്റ്റ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര രസമായിട്ട് അതിൻ്റെ ഒരു രസം ഭയങ്കര വേറെ. അപ്പം എല്ലാവരും ഇമ്പ്രൂവൈസ് ചെയ്യും, എല്ലാവരും പല അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ഓൺ പേപ്പർ വളരെ സിമ്പിളായിട്ട് ഒരു സാധാരണ സീൻ എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ പല റിഹേഴ്സൽസും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ആ സീൻ ഭയങ്കര ഏറ്റവും എക്സൈറ്റിംഗ് സീനൊക്കെ ആയിട്ട് അത് ഇവോൾവ് ആയി വരും ഓൺ സെറ്റ്. ഇംപ്രൊവൈസേഷൻ ഹ്യൂമറിലൂടെയാണ്. ഭയങ്കര ഡ്രാമ, ഇൻറ്റൻസ് ഇമോഷണൽ സീനൊന്നും ഇംപ്രൊവൈസേഷൻ എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട് എക്സ്പ്രഷൻ, റിയാക്ഷൻ, ചെറിയ എന്തെങ്കിലും ഡയലോഗ്, മറ്റേത് ഭയങ്കര ബോഡി ലാംഗ്വേജിലും കൗണ്ടർ ഡയലോഗിലും ഒക്കെ ഇംപ്രൊവൈസേഷൻ, ഫിസിക്കൽ കോമഡി, വിഷ്വൽ കോമഡികളൊക്കെ മാറും തീർച്ചയായിട്ടും. ഇതിൽ പക്ഷെ അത്രയും ഇംപ്രൊവൈസേഷനുള്ള സ്പേസ് ഇല്ല. മോർലെസ് ഇറ്റ്സ് ഓൾറെഡി റിട്ടൺ. ഡയലോഗ് പോലും നമ്മൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ പോലും അതിന്റെ ഒരു സോൾ പോകും ചിലപ്പോൾ, തീർച്ചയായിട്ടും ഭയങ്കര ഇമോഷണൽ സീനിന്റെ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇംപ്രൊവൈസേഷൻസ് രസമാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതുപോലത്തെ ഭയങ്കര ഡ്രമാറ്റിക്, ഇപ്പോൾ പൊന്മാൻ പോലത്തെ ഒരു സിനിമയ്ക്ക് ഇംപ്രൊവൈസേഷനുള്ള സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടർ ഡ്രിവൺ ആണ്. നമ്മൾ ഒരുപാട് അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയ നമ്മുടെ ക്യാരക്ടർ വരും. നമ്മൾ റിയൽ ലൈഫിൽ പറയണ പോലെ ചിലപ്പോൾ അതിലേക്ക് ഒരു എഴുത്തുകാരൻ ഒരു ഇറ്റ്സ് ബേസ്ഡ് ഓൺ ലിറ്ററേച്ചർ ഓൾറെഡി ഭയങ്കര പോപ്പുലർ ആണ്. അത് 4-5 ചെറുപ്പക്കാരാണ്. അപ്പോൾ അതിന്റെ എഴുത്തുകാരനും അദ്ദേഹം കണ്ടിട്ടുള്ളൊരു വേൾഡും ഒരു ക്യാരക്ടറും സെറ്റിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ അതിൽ നിന്നിട്ട് ഇംപ്രൂവൈസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഗുരുവായൂരമ്പലം പോലത്തെ ഒരു സിനിമയാണെങ്കിൽ മോർ നമ്മളൊക്കെ തന്നെയാണ്. അപ്പൊ അതിലൊരു ഇംപ്രൂവൈസേഷൻ വന്നാലും ഫീലില്ല